ഓക്കെ അമ്മ, നൈസ്, ഒരു കുഴപ്പമില്ല. ഈ ലോകത്തെ ജീവനോടിരിക്കുന്ന ഒരു അമ്മയേ ഉള്ളൂ ഞാൻ. ഞങ്ങള് തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യം. നടൻ കൊല്ലം സുധിയുടെ വേർപാടിനു ശേഷമാണ് താരത്തിന്റെ ഭാര്യയായ രേണു സുധി സോഷ്യൽ മീഡിയയിലും ലൈംലൈറ്റിലും സജീവമായി തുടങ്ങിയത്. സുധി ഉണ്ടായിരുന്നപ്പോൾ ചെറിയ മ്യൂസിക് വീഡിയോകളിലും ഹ്രസ്വചിത്രങ്ങളിലുമെല്ലാം രേണു അഭിനയിച്ചിട്ടുണ്ട്. സുധിയുടെ മരണശേഷമാണ് അഭിനയം ഉപജീവന മാർഗമായി രേണു സ്വീകരിച്ചു തുടങ്ങിയത്. നാടകത്തിലാണ് രേണു സജീവം. അതേസമയം അടുത്തിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാൻറ്റിക് റീൽ ചെയ്തതിന് രേണുവിന് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടന്നിരുന്നു. ഭർത്താവ് മരിച്ച സ്ത്രീ മറ്റൊരു പുരുഷനൊപ്പം പ്രണയിനിയായി അഭിനയിച്ചുവെന്നായിരുന്നു ഒരു വിഭാഗം ആളുകൾ രേണുവിൽ ആരോപിച്ച കുറ്റം. എന്നാൽ അത്തരം കമൻറ്റുകൾക്ക് തന്നെ തളർത്താൻ കഴിയില്ലെന്ന് പറയുകയാണ് രേണു. തൻ്റെ മനസ്സ് കല്ലായി മാറിയെന്നും മഴവിൽ കേരളത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു പറഞ്ഞു. ഞാനും ദാസേട്ടനും കൂടി പാത്തും പതുങ്ങിയും പോയി ചെയ്തതല്ല റീൽ. അന്ന് ആ കടപ്പുറം മുഴുവൻ ആളുകളായിരുന്നു. അശ്ലീല ചുവയുള്ള കമൻറ്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ, എനിക്ക് അതൊന്നും വിഷയമല്ല. കാരണം അതൊന്നും എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ. എന്നെ ഇനി ആർക്കും കുത്തി വേദനിപ്പിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മനസ്സ് അത്രത്തോളം കല്ലായിപ്പോയി. ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയപ്പോൾ സംഭവിച്ചു. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. എൻ്റെ തല പോയാലും എനിക്ക് വിഷമമില്ല. പിന്നെ എന്തിന് ഞാൻ ഇതിലൊക്കെ ടെൻഷൻ അടിക്കണം എന്നാണ് രേണു ചോദിച്ചത്. റീൽ കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിൻ്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു വെളിപ്പെടുത്തി. കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു. അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല. ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു. അമ്മയെപ്പോലെയുണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യുമെന്നൊക്കെ കമൻറ്റ് കണ്ടു. അവൻ എന്ത് ചെയ്യാനാണ്? അവന് ഒരു കുഴപ്പവുമില്ല. കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും. അവന് ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന ഒരു അമ്മയേയുള്ളൂ, അത് ഞാനാണ്. അവനെ അറിയാം ഞാൻ ആരാണെന്ന്, എനിക്കറിയാൻ അവൻ ആരാണെന്നും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമൻറ്റ് ഞങ്ങളെ ബാധിക്കില്ല. മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ്? അവർ കാണും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു. ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെയും മാറിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എൻ്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടൻ്റെ വൈഫ്, അതാണ് ഞാൻ.